ഹായ്. യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ കഴിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ. ഇത് നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുള്ള ഒരു സേയിങ് ആണ് അല്ലേ. യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ബോഡിയിൽ ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന രീതി, ഭക്ഷണത്തിൽ നമ്മളൊരു മിതത്വമൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു സമ്പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കണമെങ്കിൽ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള നമുക്കൊരു ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടിയെടുക്കുകയും ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുകയും ചെയ്യണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാര്യത്തിൽ, ഭക്ഷണത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ശരിയായ അളവിലും ശരിയായ ഭക്ഷണവും കഴിക്കുക എന്നുള്ളത് ശരിക്കും പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച്, ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് എന്തുമാത്രം പോഷകങ്ങൾ ഭക്ഷണത്തിലൂടെ കിട്ടണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മളതിനെപ്പറ്റി ശരിയായ രീതിയിലൊരു അവബോധം ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതാണ് ശരി. നമുക്കൊരു സമ്പൂർണ്ണ ആരോഗ്യം, ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ സമ്പൂർണ്ണ ആരോഗ്യത്തിനൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ. നമുക്കൊരു നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയും നമുക്കൊരു നല്ല ആരോഗ്യം, ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക്, ഒരു ഓപ്റ്റിമൽ ഹെൽത്തിലേക്ക് എത്തുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തെയൊക്കെ അറിഞ്ഞ് കഴിക്കണം. എത്രമാത്രം ഭക്ഷണം വേണമെന്നുള്ളതൊക്കെ, എന്തൊക്കെ ന്യൂട്രിയൻസ് നമുക്ക് ശരീരത്തിൽ വേണമെന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് കഴിക്കണം. ശരിക്കും ഏത് രീതിയിൽ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള ലോകാരോഗ്യ സംഘടന അടക്കമുള്ള സംഘടനകൾ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ വളരെ വ്യക്തമായ നിർദ്ദേശം നമ്മുടെ ഫുഡ് പ്ലേറ്റിനെ പറ്റി നൽകി കഴിഞ്ഞു. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന പാത്രം, നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ചിത്രത്തിൽ കാണാം. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളൊരു ഭക്ഷണത്തിൻ്റെ അളവ് ശരിക്കും നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണം എന്തൊക്കെയാണ് എന്നുള്ളതും ഏത് രീതിയിൽ നമുക്ക് ഭക്ഷണം വേണം എന്നുള്ളതൊക്കെ വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആരോഗ്യത്തിനെ പറ്റി നോക്കുമ്പോൾ ഒരു ലോകാരോഗ്യ സംഘടനയൊക്കെ നിർദ്ദേശിക്കുന്നത് ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ പകുതി ഭാഗമെങ്കിലും നമുക്ക് വൈറ്റമിൻസ്, മിനറൽസൊക്കെ കിട്ടാവുന്ന രീതിയിൽ പഴങ്ങളും പച്ചക്കറികളും, റോ ഫ്രൂട്ട്സ് ആൻഡ് വെജ് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. പല കളറിലുള്ള സപ്തവർണ്ണങ്ങൾ എന്ന് വേണം. ഈറ്റ് റെയിൻബോ എന്നൊക്കെ പറയാറുണ്ട്. ഈറ്റ് ദ റെയിൻബോ എന്ന് വെച്ചാൽ പല കളറിലുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് പല കളറിലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ തെറ്റിദ്ധരിക്കരുത്. പല നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും പച്ചയായി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഒരു പ്ലേറ്റിന്, നമ്മൾ ഭക്ഷണം എടുക്കുന്ന പ്ലേറ്റിൻ്റെ പകുതി ഭാഗമെങ്കിൽ, ബാക്കി പകുതിയുടെ പകുതി, ഒരു പ്ലേറ്റിൻ്റെ 4/1 ഭാഗം നമുക്ക് പ്രോട്ടീൻസ് വേണ്ട അളവിൽ ഭക്ഷണത്തിലൂടെ വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്, പ്രോട്ടീൻ കിട്ടാവുന്ന ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുക. ബാക്കി 4/1 ഭാഗം. ഇനി വരുന്ന അവശേഷിക്കുന്ന 4/1 ഭാഗം നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റും അതുപോലെ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽസും കാർബ്സൊക്കെ ചേർന്നുകൊണ്ടുള്ള, കൊഴുപ്പൊക്കെ ചേർന്നുകൊണ്ടുള്ള ഭക്ഷണമായിരിക്കണം ഇനിയൊരു 4/1 ഭാഗം. ഈ രീതിയിലൊരു സമ്പൂർണ്ണ ആരോഗ്യത്തിനെ പറ്റി ആലോചിക്കുന്ന ഒരാൾ, ഈവൻ നോട്ട് സമ്പൂർണ്ണ ആരോഗ്യം, ഒരു ആരോഗ്യത്തെ പറ്റി തന്നെ ആലോചിക്കുന്ന ആൾക്കാർ ഈ രീതിയിലൊരു ഫുഡ് പ്ലേറ്റിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നുള്ളതൊരു വസ്തുതയാണ്. ഭക്ഷണം ഒരു ഘടകം മാത്രമാണ് ആരോഗ്യത്തിൽ. ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തെ പറ്റി ആലോചിക്കുന്ന ഒരാൾ, ആരോഗ്യം മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ 4 കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ. ഒന്ന് ഭക്ഷണം തന്നെയാണ്. EARN എന്ന് പറയും. നമ്മൾ സമ്പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കേണ്ടതാണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ആരോഗ്യം നേടിയെടുക്കേണ്ടതാണ്. വെറുതെ അങ്ങനെ മുമ്പൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ചങ്ങ് പോയാൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ആ രീതിയിലൊക്കെ നമ്മളെ കാഴ്ചപ്പാടുകളും ഭക്ഷണത്തെ പറ്റിയോ അല്ലെങ്കിൽ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആരോഗ്യം നേടിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ് EARN. ഫോർ എക്സസൈസ്, വ്യായാമം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സമ്പൂർണ്ണ ആരോഗ്യത്തിൽ ഒരു വളരെ മേജറായിട്ടുള്ളൊരു പാർട്ടാണ് എക്സസൈസ് എന്ന് പറയുന്നത്, വ്യായാമം ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളൊരു മനോഭാവം, അതും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ജീവിതത്തോടും നമ്മൾ ആരോഗ്യത്തോടും ഭക്ഷണത്തോടും എല്ലാ കാര്യത്തോടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. EAR ഫോർ റെസ്റ്റ്. ഉറക്കവും വിശ്രമവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തെ വെച്ച് നോക്കുമ്പോൾ.
ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എൻ സൂചിപ്പിക്കുന്നത് ന്യൂട്രീഷനെയാണ്. അവിടെയാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുമാത്രം പോഷകങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. സോ ഈ രീതിയിൽ ഈ ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തെ നേടിയെടുക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.